Hello children, good morning. ഇതെന്താണെന്ന് കണ്ടറിയുന്നുണ്ടോ എല്ലാവർക്കും? ഇതെന്താ? ഇതൊരു സ്മോൾ വാനിറ്റി ബോക്സ് എന്നാണ് ഇതിനെ പറയുക. വാനിറ്റി ബോക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ജ്വൽ ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെറിയ സ്മോൾ ആക്സസറീസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ബോക്സിനാണ് നമ്മൾ വാനിറ്റി ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ട് ടൈപ്പിലുള്ള വാനിറ്റി ബോക്സ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലെന്ന് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സാധാരണ പേപ്പർ ബാഗിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ദെൻ ഇതിന് മീതേക്ക് യൂസ് ചെയ്യുന്ന സ്റ്റിക്ക്. ഈ സ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ബാലൻസ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് എന്നും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഓക്കെ, ദെൻ ഇത് ഇനി അഥവാ സ്റ്റിക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മാറ്റോ ജൂട്ടിൻ്റെ മാറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്ത് സെയിം മെത്തേഡ് ഈ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ ഇതിനും ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇത് പേപ്പർ ബാഗാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വാനിറ്റി ബോക്സാണ്. ഓക്കെ, ഒരു സ്മോൾ വാനിറ്റി ബോക്സാണ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് നമുക്കൊരു സ്റ്റിക്കിൻ്റെ മാറ്റാണ് വേണ്ടത്. സ്റ്റിക്കിൻ്റെ മാറ്റ് നമുക്ക് ഈ പാലക്കാടിലൊന്നും ചില ഷോപ്പുകളിലൊന്നും കിട്ടാനുള്ള വഴിയില്ല. സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ള മാറ്റുകളൊന്നും കിട്ടാനുള്ള വഴിയില്ല. സോ ഞാൻ ഈ ക്രാഫ്റ്റ് സ്റ്റിക്ക് യൂസ് ചെയ്താൽ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് സ്റ്റിക്ക്. ഓക്കെ, ക്രാഫ്റ്റ് സ്റ്റിക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പിക്ക് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തും ഇതേ വർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ വർക്കിൻ്റെ മെത്തേഡ് സെയിം ആണ്. യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് നിങ്ങൾക്ക് ഏത് വേണേലും ആവാം, പക്ഷെ അത് പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കോളും. ഞാനിപ്പോൾ ഈ ക്രാഫ്റ്റ് സ്റ്റിക്കിനെ ഒരു 8 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സ്റ്റിക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പോകുന്ന സ്റ്റിക്കിന് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ സോ ഞാനിപ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒന്ന് സിസേഴ്സ് യൂസ് ചെയ്ത് ഷാർപ്പാക്കി കട്ട് ചെയ്തെടുക്കുക, നീറ്റായി കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ സ്റ്റിക്കുകൾ റെഡിയാക്കണം. അതിന് മുൻപ് ഇതിലാണ് നമ്മൾ ഈ സ്റ്റിക്കൊക്കെ മാറ്റാണ് വേണ്ടത്. സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു മാറ്റാണ് വേണ്ടത്. സോ മാറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഈ സ്റ്റിക്ക് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ടും ഞാൻ മാറ്റിന് പകരം യൂസ് ചെയ്യുന്നത് ഈ പേപ്പർ ബാഗാണ്. ഓക്കെ, ഞാൻ ആ പേപ്പർ ബാഗ് കട്ട് ചെയ്തെടുക്കാൻ പോണ്. 30 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു പേപ്പർ ബാഗാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ഒരു പീസാണ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പർ പ്ലെയിൻ ആണെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇതുപോലെ പ്രിൻറ്റഡ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കുന്നത് ഈ പ്രിൻറ്റഡ് പോർഷനിൽ നമുക്ക് ഈ സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കാം. ഉള്ളിലത്തെ പോർഷൻ നമുക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഭംഗിയായിട്ട് നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ ഗ്ലൂ അപ്ലൈ ചെയ്തതിലേക്ക് നമ്മുടെ സ്റ്റിക്ക് അറേഞ്ച് ചെയ്യും. ഇതുപോലെ അറേഞ്ച് ചെയ്യും. കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട വർക്കാണിത്. അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന വർക്കല്ല, കുറച്ച് ഹെവി വർക്കാണ്. ഓക്കെ, ഇതേപോലെ നമുക്ക് ഓരോ സ്റ്റിക്കുകളായിട്ട് നമുക്കിതുപോലെ അറേഞ്ച് ചെയ്യാം. ചെറിയൊരു ഗ്യാപ്പൊക്കെ വരുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഒരുപാട് അടുപ്പിച്ച് ചെയ്യണമെന്നില്ല. ചെറുതായിട്ടുള്ള ഗ്യാപ്പുകൾ ഓക്കെയാണ്. ഓക്കെ, ഇതേപോലെ എല്ലാ സ്റ്റിക്കും നമുക്കിതുപോലെ 8 സെൻറ്റിമീറ്ററുടെ ലെങ്ത്തിൽ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതേപോലെ ഈ എൻഡ് വരെയും സ്റ്റിക്കുകൾ അറേഞ്ച് ചെയ്തെടുക്കാം. ഓക്കെ ചിൽഡ്രൻ, നമുക്കിതുപോലൊരു വേസ്റ്റ് കാർഡ്ബോർഡ് പീസ് അങ്ങനെ എന്തെങ്കിലും എടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള വുഡിൻ്റെ പീസൊക്കെ കിട്ടുവാണെങ്കിൽ അത് തന്നെ നന്നായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, അതായത് ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 6. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ 8 സെൻറ്റിമീറ്റർ ലെങ്ത്തും എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കണം. സോ ഞാൻ ജസ്റ്റ് ആദ്യം വരയ്ക്കാം. ഹൈറ്റ് 6, ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 8. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് ഇവിടെ 6 സെൻറ്റിമീറ്ററും വരുന്നു. ഇവിടെയാണെങ്കിൽ നമുക്ക് 8 സെൻറ്റിമീറ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പ് ജസ്റ്റ് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതുപോലെ വരയ്ക്കാം. ഓക്കെ, ദെൻ ഇതേപോലെ നമുക്ക് 2 പീസാണ് ഇതേപോലെ വേണ്ടത്. സോ ഞാൻ ഇത് തന്നെ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യാൻ പോവാം.
നമുക്ക് ഒരേപോലെയുള്ള 2 പീസ് കിട്ടി. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഈ ഒരു വെൽവെറ്റ് ഷീറ്റ് കൊണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ആൻഡ് ഫ്രണ്ട് സൈഡ് 2 സൈഡും ഫുള്ളായിട്ട് ഈ വെൽവെറ്റ് ഷീറ്റ് യൂസ് ചെയ്ത് കവർ ചെയ്യണം. നമുക്ക് ഇന്ന് എപ്പോഴും വെൽവെറ്റ് ഷീറ്റിൻ്റെ ബാക്കിലേക്ക് ഗ്ലൂ എടുക്കാം. ദെൻ നമ്മുടെ കാർഡ്ബോർഡ് പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഓക്കെ, സ്പ്രെഡ് ചെയ്യാം. ഗ്ലൂ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സൈഡ് അതേപോലെ സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഗ്ലൂ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത ശേഷം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ ഉള്ളിൽ കാർഡ്ബോർഡ് ഉള്ളതുകൊണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ആക്കിയ ശേഷം നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആർച്ച് ഷേപ്പിലുള്ള രണ്ടെണ്ണം റെഡി ഉണ്ട്. ഓക്കെ, രണ്ടിൻ്റെയും സെയിം മെഷർമെൻ്റ് ആക്കി എടുക്കുക കേട്ടോ. ഓരോ മെഷർമെൻറ്റിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടും കറക്റ്റ് മെഷർമെൻറ്റിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന 30 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ആ ഒരു പേപ്പറിൽ ഫുള്ളായിട്ട് ഞാൻ ഈ സ്റ്റിക്കുകൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് നമ്മൾ കൈകൊണ്ടാണ്, നമ്മൾ ടൂൾസോ അല്ലെങ്കിൽ മെഷീനോ ഒന്നും യൂസ് ചെയ്തിട്ടല്ല, ജസ്റ്റ് കൈകൊണ്ട് കട്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഈ കോർണറിലായിട്ട് 4 സൈഡും കേട്ടോ, 4 സൈഡും ഇങ്ങനെ ഞാൻ ഈ ഒരു വുള്ളൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, ഈ വുള്ളൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അതിന് മുമ്പായിട്ട് ഞാൻ ഇതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ലെങ്ത്ത് ഒരുപാട് വലുതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഈ താഴത്തെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാം. അതൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷെ എന്താ, രണ്ടും ഒരേ ഷേപ്പ് ആയിരിക്കണം. ഓക്കെ, 2 സൈഡിലേക്ക് നമ്മൾ എടുക്കുന്നതും സെയിം സൈസ് ആയിരിക്കണം. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായി പോകരുത്. ഒരു മിനിയേച്ചർ ബോക്സാണ്, വാനിറ്റി ബോക്സ് ആണല്ലോ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക 2 സൈഡ്. ഓക്കെ, ഞാനതൊന്നുകൂടി ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നോക്കാം. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഹൈറ്റ് നോക്കാം. ഇവിടെ വരെയുള്ള ഹൈറ്റ്, ഈ ആർച്ച് നോക്കണ്ട, ഇവിടെ വരെയുള്ള ഹൈറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ വരെയുള്ള ഹൈറ്റ് നമുക്ക് എന്ന് പറയുന്ന സമയത്ത് സ്കെയിൽ ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു 5 or 6 ഉള്ളൂ. ഇപ്പോൾ 5 ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു 5 അതിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അത് ഇങ്ങനെ ഈ ഭാഗം ഇതിൽ ഇതേപോലെ 5 എടുക്കുക, സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. നിങ്ങളുടേത് എത്രയാണെന്ന് നോക്കുക, അതിനനുസരിച്ച് സ്കെയിൽ കൊണ്ട് ഇപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ 5 ആയിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ഭാഗം ഇങ്ങനെ ഒന്ന് ക്രീസ് ചെയ്യുക. ക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മാർക്ക് കിട്ടും. ഓക്കെ, അതാണ് ഇതിലേക്ക് വരുന്നത്. ഇനി ഇത് എത്രയാണ് നമ്മൾ എടുത്തത്? നേരത്തെ 8 സെൻറ്റിമീറ്റർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വീണ്ടും 8 സെൻറ്റിമീറ്റർ എടുക്കുന്നു. എന്നിട്ട് അവിടെയും ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ക്രീസ് ചെയ്യുക. അപ്പോൾ ആ ക്രീസ്ഡ് മാർക്ക് കിട്ടും. എഗെയിൻ നമുക്ക് ഇവിടെ എത്ര വേണം? 5 തന്നെ വേണം. ഓക്കെ, നേരത്തെ നമ്മൾ എടുത്ത അതേ 5 തന്നെയാണ് അടുത്ത സൈഡിലേക്കും വേണ്ടത്. സോ അതും നമുക്ക് ഇതിങ്ങനെ ഇങ്ങോട്ട് വെച്ചു,
ഇതിലേക്ക് സെറ്റ് ചെയ്ത് നോക്കുക. 5 ആണ് വേണ്ടത്. സോ ആ ഭാഗം ഒന്ന് ക്രീസ് ചെയ്യാം. ക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെയും നമുക്കൊരു മാർക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇതിൻ്റെ ഈ സൈഡിലൂടെ നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ 3 സൈഡ് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ത്രീ സൈഡ്സ് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ സൈഡിൽ കൃത്യം ഈ സൈഡിലായിട്ട് എഡ്ജിലായിട്ട് തന്നെ വയ്ക്കാം. ഇതിങ്ങോട്ട് കയറ്റി ഒട്ടിച്ച് ഇതിനനുസരിച്ച് ഈ സൈഡ് നോക്കി. ഓക്കെ, ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സൈഡിലേക്ക് നമ്മൾ എടുക്കുന്ന പീസ് കാർഡ്ബോർഡിനേക്കാളും വുഡൻ പീസോ അതിലേക്ക് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള വല്ല ഐറ്റം ആണെങ്കിൽ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്തു. ഇനി ഈ സൈഡും നമ്മൾ ഇതേപോലെ ഈ ഒരു 3 സൈഡ്സ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോകും. അതുപോലെ തന്നെ നമുക്കിതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. നമുക്കൊരു ബോക്സിൻ്റെ വാനിറ്റി ബോക്സിൻ്റെ ആ ഒരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, പണ്ടത്തെ ഒരു ജ്വൽ ബോക്സിൻ്റെയൊക്കെ ഒരു പാറ്റേൺ അല്ലേ. ഇനി നമ്മൾ ഈ ഭാഗം കൂടി ഇതിന് ഇനി എവിടെ സ്റ്റിക്ക് ചെയ്യുക? ഈ ഭാഗം സ്റ്റിക്ക് ചെയ്യണോ? നോ നീഡ്. അപ്പോൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? പിന്നെ നമുക്ക് തുറക്കണ്ട, അതെന്നും അങ്ങനെ തന്നെ വയ്ക്കാം അല്ലേ. നമുക്ക് തുറക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റിക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഭാഗമൊക്കെ ഓക്കെ. ഇനി ഇതിൻ്റെ എഡ്ജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇതിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു, ഇപ്പോൾ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതാണ് ഞാൻ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ എടുക്കാറില്ലേ, ഇപ്പോൾ നമ്മൾ മുടി പിന്നുന്ന പോലെ ഒരു 3 പീസ് എടുത്തിട്ട് പിന്നെ എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോഴും ഒരു ഭംഗി കിട്ടും. ഇതേപോലെ ഒരു 3 ലെയറായിട്ടോ 2 ലെയറായിട്ടോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിൽ 3 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ 2 ലെയറായിട്ട് വേണമെങ്കിൽ 2 ലെയറായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ.
ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസ് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഉള്ളൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തത്. അതിന് പകരം നിങ്ങൾക്ക് ലേസോ സ്റ്റോണിൻ്റെ ഒക്കെ ലേസ് കിട്ടില്ലേ നമ്മൾ ഡ്രസ്സിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന നെക്കിലൊക്കെ, അതേപോലെയുള്ള സ്റ്റോണിൻ്റെ ലേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോണിൻ്റെ ലേസ് വെച്ച് പിടിപ്പിക്കാം. എന്നാണോ നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, സെയിം മെറ്റീരിയലിനെ വേണമെന്ന് എപ്പോഴും ഒരിക്കലും വാശി പിടിക്കരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് നോക്കാം. ഇനി ഈ ഭാഗമൊക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് കറക്റ്റാക്കാം. ബെൻഡ് ചെയ്ത് കറക്റ്റാക്കുന്ന സമയത്ത് നമുക്കിതിപ്പോൾ നെക്ക് ലൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? യെസ്. ഇനി ഇതിന് ഹുക്സ് എങ്ങനെ വെക്കുക എന്നുള്ളതാണ് അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ ഓക്കെ സൂചി നൂലും എടുത്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഞാനിപ്പോൾ ജസ്റ്റ് സിസേഴ്സ് കൊണ്ട് തന്നെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് സൂചി നൂലും കൊണ്ട് ചെയ്യാം. ത്രെഡും നീഡിലും കോർത്തിട്ട് നമ്മൾ ചെയ്യാറില്ലേ, അതുപോലെ ചെയ്യാം. ഇതുപോലെ നമ്മുടെ ബീഡ് ഇതിനകത്തേക്ക് വെച്ച് ഈ ഭാഗം ടൈ ചെയ്യാം. ഈ ഭാഗം നീറ്റായിട്ട് ടൈ ചെയ്തിട്ട് കാർഡ്ബോർഡിൻ്റെ നമ്മൾ നേരത്തെ എടുത്ത പീസ് ഉണ്ടല്ലോ, ഈ ബ്രൗൺ ഷീറ്റ് തന്നെ, അത് തന്നെ നമുക്ക് അതിൻ്റെ മീതേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗ്ലൂ ഗൺ കൊണ്ട് നമുക്ക് ഈ ഭാഗം ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് അഴിഞ്ഞു വരില്ല, ഇവിടെ നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. ഇതുപോലെ സെറ്റ് ചെയ്യാം. സോ നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ താഴേക്കായിട്ട് നമുക്ക് ഇതേപോലെ ഇവിടെ നിന്ന് ഒരു എലാസ്റ്റിക്കോ അതല്ലെങ്കിൽ സെയിം ത്രെഡ് തന്നെയോ നമുക്കിതുപോലെ നോട്ടിട്ടെടുക്കാം. ഇങ്ങനെ ലൂപ്പ് സെറ്റ് ചെയ്യാം. ലൂപ്പ് സെറ്റ് ചെയ്ത ശേഷം ഇതുപോലെ നോട്ടിട്ട് ലൂപ്പ് സെറ്റ് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്ത ലൂപ്പ് ഇതിലേക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ ലോക്ക് ചെയ്യാനും പറ്റണം, നമുക്കിതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കിട്ടുകയും വേണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ലൂപ്പ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ 2 ലൂപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് വേണമെങ്കിൽ അഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ലൂപ്പിൻ്റെ ഈ ഭാഗം ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിലേക്ക് ഇങ്ങനെ പിൻ ചെയ്യും. ത്രെഡും നീഡിലും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ. യെസ്. ഓക്കെ, ഇപ്പം ഞാൻ ആ ലൂപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഉള്ളിലൊരു നോട്ട് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇലാസ്റ്റിക് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈറ്റായിട്ട് ഇടാം. ഇതിപ്പോൾ ഞാൻ വുള്ളൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതേ സെയിം കളർ റെഡ് കളർ എലാസ്റ്റിക് ഒക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ വുള്ളൻ ത്രെഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന് പകരം നമുക്ക് ഇതിലേക്ക് മീതേക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഫ്ലവേഴ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കൂടുതൽ ഡിസൈൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ലോക്ക് ഇങ്ങനെ അഴിച്ചെടുക്കാം. ഓക്കെ, ഇതിനകത്തേക്ക് അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കൊക്കെ റെഡ് കളർ മാറ്റൊക്കെ ഒട്ടിച്ചാൽ കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ഇത് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. ഓക്കെ.